യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം 2-ഉം 3 നമുക്ക് പ്രാരംഭമായി ഒന്ന് വായിക്കാം. കൊലോസ്യൻസ് 2-ന്റെ 2-3 വാക്യങ്ങൾ ശുഭാസ് വായിച്ചാണ്. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവയിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സകല സമ്പത്തിന്റെയും സകല സമൃദ്ധിയുടെയും ഉറവിടമായവനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തു എന്ന മർമ്മത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, ആ പരിജ്ഞാനത്തിന്റെ തികവിൽ നിങ്ങൾ നിറയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആ നിലയിലേക്ക് ഉയരേണ്ടതിന് ഞാൻ വലിയ പോരാട്ടം കഴിക്കുന്നു. ഹല്ലേലൂയ. പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മശക്തിയോടും അത്രേ. അപ്പം ഈ ദുഷ്ടാത്മശക്തിയുടെ പ്രസൻസ് ആണ് ക്രിസ്തു എന്ന മർമ്മത്തിൽ നിന്ന് അത് അറിയാൻ ഇടയാകാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് അകറ്റിക്കളയുന്നു. പലതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ എന്ത് ചെയ്യുക, തിരിച്ചു കളയും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയിൽ പൗലോസ് നേരിട്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ യഹൂദ വിഭാഗത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടവരുടെ ചില ഇടപെടലുകളാണ്. അവർ യഹൂദ കഥകൾ സഭയ്ക്കകത്ത് ജനങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണമുള്ള കഠിന പരിശ്രമം നടത്തി. കാരണം അവരറിഞ്ഞതാണ്, അവർ മനസ്സിലാക്കിയ ന്യായപ്രമാണം, ചട്ടങ്ങൾ, അതിൻ്റെ ഉപദേശങ്ങൾ, അതിലൊക്കെ ബാക്കിയുള്ളവരെ കൂടെ എത്തിക്കുവാൻ, ജാതി വിഭാഗങ്ങളിൽ നിന്ന് മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വന്നവരിലേക്ക് അത് എത്തിക്കുവാനുള്ള വലിയൊരു കഠിന ശ്രമം നടത്തി. അതിന് സപ്പോർട്ടിങ്ങായി നിന്ന ചില ദൈവദാസന്മാരുമുണ്ട് ആ കാലഘട്ടത്തിൽ. പക്ഷേ പൗലോസ് ശക്തമായ ഭാഷയിൽ അതിനെ വിമർശിച്ചു. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വർഗത്തിൻ്റെയോ വംശത്തിൻ്റെയോ കഥകളോ വംശാവലികളെ കുറിച്ചുള്ള പഠനങ്ങളിലോ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ പരിപൂർണതയുടെ അടയാളമായ ക്രിസ്തു എന്ന മർമ്മത്തിൽ, ആ മർമ്മത്തെ കുറിച്ചുള്ള വെളിപ്പാടിൽ നിങ്ങൾ നിറയേണ്ടതിന്. ഹല്ലേലൂയ. ആ നിറവില അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവസാനത്തുള്ള രക്തം വരെ, ചോര വരെ ഊറ്റിത്തന്ന് കാൽവരി കൊലക്കളത്തിൽ യാഗമായി തീർന്നു. എന്തിന്? നിങ്ങളെ ഉയർത്തേണ്ടതിന്, നിങ്ങളെ തകർക്കേണ്ടതിനല്ല, നിങ്ങളെ ഉയർത്തേണ്ടതിന്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ നിന്നുണ്ടായ ആ പാപം, ആ ബന്ധത്തിൽ നിന്നുള്ള വിടവിനെ പരിഹരിക്കേണ്ടതിന് അവസാനത്തെ ആദാമായ യേശു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവിൽ നിങ്ങൾ നിറയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കേട്ടോ, ആ നിറവ്, ആ സമ്പത്ത്, യേശു ക്രിസ്തു എന്ന സമ്പത്തിനെ കുറിച്ചുള്ള പഠനം. ഹല്ലേലൂയ. വചനം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഏതൊക്കെയും ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും ഉളവാകും. പക്ഷെ നമ്മൾ മിക്കയിടത്തും, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നൊരു വ്യക്തി എന്തിനാ സൗകര്യമാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തി പറയുന്ന കുറെ പ്രാർത്ഥനാ വിഷയങ്ങൾ, കുറെ സാമ്പത്തിക വിഷയങ്ങൾ, കുറെ ആരോഗ്യപരമായ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത്. അതൊക്കെ ഉണ്ടാകും, അതിനൊക്കെ മറുപടി ഉണ്ടാകട്ടെ. ആരും ദരിദ്രരായി മാറാതിരിക്കട്ടെ. സർവരും സമ്പത്തും അനുഗ്രഹം കൊണ്ട് നിറയട്ടെ. രോഗങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ. പക്ഷെ ഫോക്കസ് ചെയ്യേണ്ട മേഖല അതല്ല, ശ്രദ്ധിക്കേണ്ട മേഖല അവിടെയല്ല. നിത്യജീവന്റെ മൊഴികൾ നിലനിൽക്കുന്ന വചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ആ വചനം എന്ത് വിളിച്ചു പറയുന്നു? വചനമായവൻ എന്തു പറയുന്നു? വചനത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ നിറവിൽ നിങ്ങൾ നിറയേണ്ടതിന്.
യേശു ക്രിസ്തു എന്ന വചനത്തെക്കുറിച്ചുള്ള, നിലനിൽക്കുന്ന ശാശ്വതമായ വചനത്തെക്കുറിച്ചുള്ള ദൈവിക മർമ്മത്തിന്റെ ആ പരിജ്ഞാനത്തിന്റെ തികവിൽ നിങ്ങൾ നിറയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടം കഴിക്കുകയാണ്. ആര് പറയുക? അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക. അതിന്റെ 2ഉം 3ഉമാണ് വായിച്ചത്. അതിന്റെ 6ാമത്തെ വാക്യം 6 പേരുടെ ഒന്ന് വായിച്ചാൽ, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുകയും. കേട്ടോ, കേട്ടോ, ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടത് പ്രകാരമാണോ ആ നിലപാടിൽ അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവ് നിങ്ങളുടെ അകത്ത് വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ കൂട്ടായ്മയിൽ നടപ്പി. കിട്ടുന്നുണ്ടോ? ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന് ആർക്കാ പറയാൻ കഴിയത്തുള്ളൂ? ക്രിസ്തു യേശുവിന്റെ കൂട്ടായ്മയിലായിരിക്കും പറയാൻ കഴിയുള്ളൂ. ആ കൂട്ടായ്മയിൽ നടക്കുന്നവന് പറയാൻ കഴിയും, ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചു വന്നാലും എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. വായിച്ചാട്ടെ. അവനിൽ വേരൂന്നി. ആരിൽ വേരൂന്നി? യേശു ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയ വർദ്ധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പേ. ആത്മീയ വർദ്ധനവ് പ്രാപിക്കണം. എങ്ങനെ ആത്മീയ വർദ്ധനവ് പ്രാപിക്കണമെന്ന്? ആത്മമണ്ഡലം എന്താണെന്നറിയണം, അല്ലേ? ആത്മമണ്ഡലം എന്താണെന്നറിഞ്ഞാലേ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തിന് തടസ്സമായി നിൽക്കുന്ന ദുരാത്മബന്ധനങ്ങൾ നിനക്ക് അറിയാൻ കഴിയത്തുള്ളൂ. ലോകത്തിന്റെ ജ്ഞാനത്തിൽ, ലോകത്തിന്റെ ബുദ്ധിയിൽ ഈ കാണുന്ന ഹോളിലെ ഫാനുകളെ ചിലപ്പോൾ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. ഇവിടെ കിടക്കുന്ന കസേരകളും ഇനിയും എടുത്ത് നിരത്താനുള്ള കസേരകളും ഒക്കെ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മൈക്കുകളും സൗണ്ട് സിസ്റ്റവും ഒക്കെ നിങ്ങൾക്ക് കാണുന്ന മണ്ഡലമാണ്. ഇതിലൊക്കെ കാണുന്ന മണ്ഡലമാണ്. കാണുന്ന മണ്ഡലത്തിലെ വസ്തുതകളെ വെച്ച് വിഷയങ്ങളെ വിലയിരുത്തുന്ന, ഹല്ലേലൂയ, യുക്തിവാദിയായി ജീവിച്ച എന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, കാണാത്തൊരു മണ്ഡലത്തിന്റെ പ്രവൃത്തി ശരിയാവണ്ണം അനുഭവിക്കുവാൻ എന്റെ കർത്താവ് ഇട നൽകിയപ്പോൾ എന്റെ കാഴ്ചപ്പാടുകൾക്കും ചിന്തകൾക്കും വ്യത്യാസം സംഭവിച്ചു. ഞാനിന്ന് നേരിടുന്ന പ്രശ്നം എന്തു തന്നെയായാലും അത് കാണാത്ത മണ്ഡലത്തിലെ ചില കൊടുക്കൽ വാങ്ങലാണെന്നുള്ള തിരിച്ചറിവ് എൻ്റെ അകത്തുണ്ടാകുമ്പോൾ എന്നെ ബന്ധിക്കുന്ന, എന്നെ കെട്ടുന്ന, എന്റെ കണ്ണിനെ കുരുടാക്കുന്ന ദുഷ്ടാത്മ ശക്തിയെ എനിക്ക് തിരിച്ചറിയുവാനുള്ള ശേഷി ഉണ്ടാകണമെങ്കിൽ ഞാൻ ആത്മമണ്ഡലത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവിൽ നിറയേണ്ടത് ആവശ്യമാണ്. ആ നിറവാണ്, ആ അറിവാണ് ഒരുവനെ ആത്മീയമായി വളർത്തി അല്ലെ വളർച്ച പ്രാപിച്ചു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആത്മീയമായ പരിജ്ഞാനം ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നി വളരണം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നിനെ വായിച്ചാട്ട് വായിച്ചത്. അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്താൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പി. ആരൊക്കെ എന്തൊക്കെ ഗൂഢപദ്ധതികൾ നിനക്കെതിരെ രൂപീകരിച്ചാൽ, അത് സംഘടിത സംവിധാനങ്ങളാണെങ്കിലും അധികാരങ്ങളുടെ വസ്തുതകൾ അതിന് പിൻബലമായി ഉണ്ടെങ്കിൽ അത് നിന്റെ മേൽ ഒരു ദോഷവും വരുവാൻ, അതിന്റെ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് മുഖാന്തരമായി മാറുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഞാൻ ആരെ ആശ്രയിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. സ്തോത്രം. ആ വാക്യം പൂർണ്ണമായിരുന്നു. കൊലോസ്യൻസ് 3:17 ഇവാഞ്ചലിസ്റ്റ് ജോസഫ് വായിച്ചാൽ. കൊലോസ്യൻസ് 3-ാം വാക്യം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു.
ആ, ഹല്ലേലൂയ. നീ ഏത് കാര്യവും നിനക്ക് സക്സസ് ആകണമെങ്കിൽ, ഞാൻ വലിയ വിശ്വാസിയാണ്, ഞാൻ കൂട്ടായ്മയ്ക്ക് വരുന്നവനാണ്, ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന നല്ല കാര്യം, പക്ഷെ സക്സസ് ഉണ്ടാവണമെങ്കിൽ, ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ ആരെ മുൻനിർത്തി കാര്യങ്ങളെ മുന്നോട്ട് ഡീൽ ചെയ്യണം? കർത്താവിനെ. കർത്താവിലൂടെ സകലതും കാണുവാൻ, കർത്താവിലൂടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുവാൻ നീ പഠിച്ചാൽ, പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുവാൻ നീ പഠിച്ചാൽ നിനക്ക് പരാജയം അനുഭവിക്കേണ്ടി വരികയില്ല. കാരണം മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ, അവൻ എൻ്റെ ഉപനിധി. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അപ്പ ഇരിക്കുന്നിടത്തോളം, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇരിക്കുന്നിടത്തോളം ദുഷ്ടൻ എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഒരാമീൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ശക്തി ശ്രദ്ധിച്ചാണ്. ഓക്കെ, 1 യോഹന്നാൻ 5:1 വാക്യം. 1 യോഹന്നാൻ 5:1 വായിച്ചാണ്. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനായിരിക്കണം. ക്രിസ്ത്യാനി എന്ന പേരുള്ളത് കൊണ്ട് ദൈവത്തിലാകില്ല. ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ മെമ്പർ ആയതുകൊണ്ട് നീ ക്രിസ്ത്യാനിയാകില്ല. ഹല്ലേലൂയ. ബിബ്ലിക്കൽ നെയിം നിന്റെ ജീവിതത്തിൽ നിന്റെ അപ്പനും അമ്മയും ഇട്ടത് കൊണ്ട് നീ ക്രിസ്ത്യാനിയാകില്ല. യഥാർത്ഥ ട്രൂ ക്രിസ്ത്യൻ, യഥാർത്ഥ ക്രിസ്തുവിലുള്ളവനായി നീ മാറണമെങ്കിൽ, അല്ലെങ്കിൽ നീ ദൈവവൈദ്യനായി മാറണമെങ്കിൽ നിന്റെ അകത്ത് ആ ഒരു ഉരുവാകണം. യേശു കർത്താവ്. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കാനും അത് വിളിച്ചു പറയുവാനുള്ള തന്റെ ഇടം നീ കാണിച്ചാൽ നീ ദൈവവൈദ്യനാണ്. ഹല്ലേലൂയ. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനല്ല, അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. ഒരാമീൻ പറഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്കുകളും വേഗം വായിച്ചാൽ സമയം മുന്നോട്ട് വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ 17:20-21 വാക്കുകളും വായിച്ചു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് കർത്താവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. എന്താ ക്രിസ്തുവിലായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും യേശു ഒന്നായിരിക്കുന്ന ഒരു അനുഭവം. അവിടെയാണ് യേശുവിലൂടെ തീരുമാനങ്ങൾ എടുക്കുക, വചനത്തിലൂടെ കാര്യങ്ങളെ കാണുക എന്നുള്ള വിഷയം ഞാൻ മുമ്പേ പങ്കുവെച്ചത്. ഏത് കാര്യങ്ങളെയും സ്വന്തം ബുദ്ധിക്ക് വിടാതെ, സ്വന്തം ജ്ഞാനത്തിന് വിടാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ദൈവികമായ ആലോചനകളുടെ മുമ്പാകെ അതിനെ സമർപ്പിച്ച് കിട്ടുന്ന മറുപടിക്കനുസരിച്ച് കാര്യങ്ങൾക്ക് നിലപാടുകൾ നിങ്ങൾ സ്വീകരിച്ചാൽ പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പിതാവും യേശു ഒന്നായിരിക്കുന്ന പോലെ യേശു കർത്താവ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. ദൈവമായവൻ, വചനമായ ദൈവം ജഡമെടുത്ത് കൃപയും സമാധാനമായി നമ്മുടെ ഇടയിൽ വന്ന് വാർത്തു. ഹല്ലേലൂയ. അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, തന്റെ പിതാവുമായി ഒന്നായിരിക്കുന്നു. ആ ഒന്നായിരിക്കുന്ന ബോധ്യം ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് നമുക്ക് നൽകുന്നു. ഹല്ലേലൂയ. ആ ഒന്നായിരിക്കുന്ന പോലെ ഞാനും നിങ്ങളും ഒന്നാകേണ്ടതിന്, കേട്ടോ, യേശു കർത്താവും നമ്മളും ഒന്നായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മളെ ലോകക്കാർ കാണുന്നത് പോലെ ആയിരിക്കത്തില്ല വിഷയങ്ങളെ കാണുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വ്യക്തി നിന്നെ എന്തെങ്കിലും അപമാനിച്ചാൽ അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ലോകക്കാരൻ പ്രതികരിക്കും. അവനത് പ്രതികരിച്ചില്ലെങ്കിൽ അവന് സ്വസ്ഥത കിട്ടുകയില്ല, സമാധാനം കിട്ടുകയില്ല. പക്ഷെ നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരുവനുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നീ നിശബ്ദനാകുന്നു. ഞാൻ ചലിക്കുന്നത് ഏതെങ്കിലും സംഘടനാ ബലത്തിലോ സംഘശക്തിയിലോ, ഹല്ലേലൂയ, രാഷ്ട്രീയ സാമൂഹികമായ ഹല്ലേലൂയ
പ്രസ്ഥാനങ്ങളുടെ പിൻബലത്തിലോ അല്ല. ഞാൻ ചലിക്കുന്നത് ഒറ്റ വാക്കുകൊണ്ട് സർവത്തെയും ഉണ്ടാക്കിയ വചനമായ ദൈവത്തിന്റെ മഹത്വത്തിലാണ്. ഇതാണ് ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിന്റെ തികവ്. സ്തോത്രം. ഹല്ലേലൂയ. 21 വാക്യം പൂർണ്ണമായിരുന്നു. എഫെസ്യൻസ് 2-ാം അധ്യായം അതിന്റെ 4 മുതൽ 7 വരെയുള്ള 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവം കേട്ടോ. ആ വാക്കുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ജനറേറ്റ് ചെയ്യും. കാരണം യഹൂദന്റെ തത്വങ്ങൾ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, യഹൂദന്റെ തിയറി അനുസരിച്ച് പഠിച്ചാൽ, യഹൂദൻ മനസ്സിലാക്കിയ ജുഡായിസത്തിന്റെ തിയറി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടിക്ക് അടി കൊടുക്കുന്നവൻ, അല്ലെങ്കിൽ തിന്മ ചെയ്താൽ തിന്മയ്ക്ക് യാതൊരു ദാക്ഷിണ്യമില്ലാതെ മറുപടി കൊടുക്കുന്ന ദൈവിക സങ്കല്പം. പക്ഷേ യേശു കർത്താവ് തന്റെ പിതാവിനെ വരച്ച് കാണിക്കുകയാണ്. എന്താണ്? കരുണാസമ്പന്നനാണ്. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം കേട്ടോ. എന്താണ്? നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആ സ്നേഹത്തിനോട് വേറൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കേട്ടോ, നിങ്ങളുടെ ഒരു പ്രവർത്തിയുടെ ഗുണം കൊണ്ടല്ല, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ കേട്ടോ, എല്ലാം കേൾക്കുന്നുണ്ടോ? ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ കേട്ടോ, കരുണാസമ്പന്നൻ, കൃപ, മഹാസ്നേഹം, തമ്പുരാന്റെ വാത്സല്യം. അവിടെ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ ഇതൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവ് വരുമ്പോൾ, എന്നെ അവൻ അടിച്ചു, എന്നെ അവൻ തല്ലി, എന്നെ അവൻ അതിലൂടെ കടത്തിവിട്ടു, എന്നെ അവൻ ഇതിലൂടെ കടത്തിവിട്ടു, എന്റെ വേദന കൊണ്ട് അവൻ കൈകടിച്ച് തിരിച്ചു എന്നൊക്കെ പറയുന്ന തിയറി മാറുക. നിന്റെ കണ്ണ് നിറയുന്നത് കാണുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം കേട്ടോ. വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിന്റെ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മൾ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുയേശുവിനോട് കൂടെ നമ്മൾ എവിടെ ഇരിക്കുന്നു? അതിന്റെ അർത്ഥം നീ ആയിരിക്കണം സ്വർഗീയ സ്ഥലമാണ്. അതെങ്ങനെ വസ്ത്രം വെക്കുന്നു? എന്തെല്ലാം പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളുടെ നടുവിലും സ്വർഗീയമായ അനുഭവത്തെ സപ്ലൈ ചെയ്യാൻ തക്കോളം നിനക്ക് കഴിഞ്ഞാൽ നീ സ്വർഗസ്ഥനായവന്റെ ശക്തി ഈ പ്രപഞ്ചത്തിലേക്ക് ഇറക്കുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ അംബാസിഡറാണ് നീ. നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ബ്രാഹ്മ്യം പറഞ്ഞാട്ടെ. ഓക്കെ, വായിച്ചാട്ടെ. 9 വരെ ആയോ? 8-9 വായിക്കും. കൃപയാലല്ലോ നിങ്ങൾ എങ്ങനെ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മുഖാന്തരം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു കേട്ടോ. എന്താ? ദൈവത്തിന്റെ ദാനം. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ അല്ല, ദൈവത്തിന്റെ ദാനം. ദൈവത്തിന് നിങ്ങളോട് പ്രസാദം തോന്നി. ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവർത്തികളും കാരണമല്ല. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ നിന്നു, ഞാൻ ഇങ്ങനെ നിന്നു, ഇവരൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. ചില പറഞ്ഞു കേട്ടിട്ടില്ലേ? അവരെല്ലാം പാപികളാണ്, ഇവരെല്ലാം പാപികളാണ്, ഞാൻ അവരെ പോലൊന്നും അല്ല. അതിനോർത്തോളം പരീക്ഷത്വം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയുള്ള അർബുദവ്യാധിയായ വാക്കുകളെ നിങ്ങൾ ചെവിക്കൊടുക്കരുത്, ചെവിക്കൊള്ളരുത്. അങ്ങനെയുള്ള സ്ഥാനത്തെ വെള്ള തേച്ച ശവക്കല്ലറയ്ക്ക് സമമാണ്. സ്വയം പ്രശംസ ഒരിക്കലും ക്രിസ്തുവിനുള്ളവന് യോഗ്യമല്ല. അവന് പറയാൻ ഒന്നേ ഉള്ളൂ, ഞാൻ എന്താണോ അത് ദൈവത്തിന്റെ കൃപയാൽ. ഹല്ലേലൂയ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. അരുമനാഥ അപ്പാ, അങ്ങയുടെ മഹാകരുണ, അങ്ങയുടെ മഹാകൃപ, അങ്ങയുടെ വാത്സല്യം, സ്തോത്രം, അങ്ങയുടെ മഹാസ്നേഹം അത് ക്രൂശിലൂടെ പ്രദർശിപ്പിച്ചുവല്ലോ അപ്പ. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ ഞാൻ ആരെന്നുള്ള തിരിച്ചറിവ് ഓരോ വ്യക്തി ജീവിതങ്ങളിലും പകരുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ നാഥൻ എന്റെ യേശു കർത്താവാണെന്ന്
പ്രാഗൽഭ്യത്തോട് പറയുക. ഹല്ലേലൂയ. ഓരോ വ്യക്തി ജീവിതത്തിനും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ഒരു മറുപടി ഉണ്ടെന്ന് വിശ്വാസത്തിൽ ഉറച്ച് ഈ മീറ്റിംഗ് വിട്ട് ഇറങ്ങിപ്പോകുവാൻ, സാക്ഷ്യങ്ങളായി മടങ്ങി വരുവാൻ വരെ പ്രാപ്തമാക്കുന്ന കൃപയോട് സ്തോത്രം. ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അസാധാരണമായ വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ലാസ്റ്റ് മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തി മാനിച്ച് ദേശക്കാർ കാണുക, ചാർച്ചക്കാർ കാണുക, ഒരടയാളമാക്കി എന്റെ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. അതിന്റെ സീസണിലേക്ക് ദൈവത്തിന്റെ ഗ്ലോറി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു സീസണിലേക്ക് നിങ്ങൾ ചുവടുവെക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൃപ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.